കാനഡയിൽ ഇന്ത്യക്കാർക്ക് ജോലി കിട്ടാൻ അല്പം ബുദ്ധിമുട്ടേണ്ടി വരുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്ത്യയിൽ നിന്ന് കാനഡ, UK, ജർമ്മനി, US തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പഠനത്തിനും തൊഴിലിനും പോകുന്ന ആളുകളുടെ ട്രെൻഡ് ഇപ്പോൾ കൂടി വരികയാണ്. അങ്ങനൊരു സാഹചര്യത്തിൽ കാനഡയിൽ ജോലിക്കായി കഷ്ടപ്പെടുന്നതിന്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. വിദേശത്ത് പോയാൽ വേഗത്തിൽ ജോലി ലഭിക്കുമെന്നും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് പലരും കരുതുന്നത്. എന്നാൽ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. നല്ലൊരു ജോലി ലഭിക്കാനും കൂടുതൽ സൗകര്യമുള്ള ജീവിതം ലഭിക്കാനും നന്നായി കഷ്ടപ്പെടണം. ഇത്തരത്തിലുള്ളൊരു വീഡിയോയാണ് കാനഡയിലുള്ള ഒരു ഇന്ത്യൻ യുവതി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ളത്. കാനഡയിൽ നടന്ന ഒരു തൊഴിൽ മേളയുടെ വീഡിയോയാണ് കാനുപ്രിയ എന്ന യുവതി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത്. ജോലിക്കായി കാത്തു നിൽക്കുന്നവരുടെ നീണ്ട വരി ഈ വീഡിയോയിൽ കാണാം. ആ ജോലി അടിസ്ഥാന ഇന്റേൺഷിപ്പ് തലത്തിലുള്ളതാണെന്നും 6 ഒഴിവുകളാണുള്ളതെന്നും എന്നാൽ ഈ ജോലിക്കായി 100 കണക്കിന് ആളുകളാണ് എത്തിയതെന്നും യുവതി വീഡിയോയിൽ പറയുന്നുണ്ട്. കാനഡയിൽ മികച്ച ജോലിയും ജീവിതവും ഉണ്ടെന്ന് പറയുന്ന ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ കാണിച്ചു കൊടുക്കണമെന്നും വിദേശ ജീവിതം എളുപ്പമാണെന്ന് പറയുന്നവർക്കായി ഈ വീഡിയോ അയച്ചു കൊടുക്കണമെന്നും കാനുപ്രിയ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇതാണ് കാനഡയിലെ യാഥാർത്ഥ്യം. ഇതിന് തയ്യാറാണെങ്കിൽ മാത്രം കാനഡയിലേക്ക് വരിക, അല്ലെങ്കിൽ ഇന്ത്യയാണ് നല്ലത്, അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വിദേശ ജീവിതം എപ്പോഴും ഒരു സ്വപ്നമല്ല, ചിലപ്പോൾ അതൊരു നീണ്ട ക്യൂ മാത്രമാണ് എന്നാണ് ഈ വീഡിയോയ്ക്ക് യുവതി നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ. നിമിഷ നേരത്തിനുള്ളിൽ വൈറലായ ഈ വീഡിയോ നിലവിൽ 18 ലക്ഷം പേരാണ് കണ്ടത്. ഒട്ടേറെ പേർ അതിനെ അനുകൂലിച്ചും വിമർശിച്ചും പ്രതികരിക്കുകയും ചെയ്തു. സത്യം കാണിച്ചു തന്നതിന് നന്ദിയെന്നും ആളുകൾ ഈ കഷ്ടപ്പാടുകളെ കുറിച്ച് സംസാരിക്കില്ലെന്നും ഒരാൾ കുറിച്ചിട്ടുണ്ട്. ടൊറാന്റോയിലും ഇതേ അവസ്ഥയാണെന്നും സാധാരണ ജോലികൾക്ക് പോലും ദീർഘനേരം കാത്തിരിക്കണമെന്നുമായിരുന്നു ഒരു ഉപയോക്താവിന്റെ കമന്റ്. യാഥാർത്ഥ്യം അറിയുന്നതുവരെ എല്ലാവരും കരുതുന്നത് കാനഡ അവസരങ്ങളുടെ രാജ്യമാണെന്നായിരുന്നു മറ്റൊരു കമന്റ്. ഇത് കഠിനമാണെങ്കിലും കഴിവുണ്ടെങ്കിൽ വിജയിക്കാൻ കഴിയുമെന്നും ജോലി എവിടെ തിരയണമെന്ന് അറിയാമെങ്കിൽ ഇതൊന്നും പ്രശ്നമല്ലെന്നും ഈ വീഡിയോ അതിശയോക്തിയാണെന്നും ചിലർ കുറിച്ചിട്ടുണ്ട്. അതേസമയം കാനഡയ്ക്ക് വമ്പൻ പണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും എത്തിയിരുന്നു. കാനഡയുമായി എല്ലാ വ്യാപാര കരാർ ചർച്ചകളും ഉടൻ അവസാനിപ്പിക്കുമെന്നാണ് ട്രംപ് ഉത്തരവിറക്കിയിരിക്കുന്നത്. കാനഡയുടെ പ്രധാനമന്ത്രിയായ ജസ്റ്റിൻ ട്രൂഡോ ഉണ്ടായിരുന്ന കാലത്ത് ട്രംപുമായി സ്വരച്ചേർച്ചകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും കാനഡയോടുള്ള സമീപനത്തിൽ ട്രംപിന് വലിയ മാറ്റം വന്നിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ട്രംപിന്റെ പുതിയ നീക്കം. അമേരിക്കൻ ടെക്നോളജി കമ്പനികൾക്ക് മേൽ ഡിജിറ്റൽ സേവന നികുതി ചുമത്തുന്നതായി കാനഡ പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ നീക്കം. കാനഡയുടെ നീക്കത്തിൽ US ടെക് കമ്പനികൾക്ക് $3 ബില്യൺ അധിക ചിലവ് ഉണ്ടാകുമെന്നാണ് നിഗമനം. ഇതേ തുടർന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം വന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.